കാവിലമ്മേ ശക്തി തരൂ. ധ്യാനവേളയിൽ ഗുരുകാരണവന്മാരോട് ചോദിച്ചു, തക്കതായ പ്രതിഫലം കിട്ടിയാൽ ശത്രുവിനെ നിഗ്രഹിക്കാമെന്നാണ് അരുളപ്പാട്. പൈതങ്ങളെ, നമ്മുടെ ദേഹബലം ഒന്നുകൂടി കാണിച്ചു കൊടുക്കൂ. അമർന്ന് തെരുത്ത്, നീക്കി തെരുത്ത്, എടുത്തു ചാടി ചാടിക്കെട്ടി അമർന്ന്, ഇടത്തേലമർന്ന് ഇടത്തു വെട്ടി ഒഴിഞ്ഞ്. അങ്ങനെ അങ്ങനെ അങ്ങനെ. അധികം അമരയും നീരൊന്നും വേണ്ട. രണ്ടെണ്ണം നല്ലോണം പൊട്ടിക്കണം. അവൻ അമേരിക്കക്കാരനല്ല എന്ന് അവൻ തന്നെ ചെന്ന് കൃഷ്ണക്കുറുപ്പിനോട് പറയണം. പറയിപ്പിക്കാം. ക്ഷാമകാലമാണ്. എനിക്കും പൈതങ്ങൾക്കും ദേഹരക്ഷയ്ക്കുള്ള സംഖ്യ ഏൽപ്പിച്ചാൽ നന്നായിരുന്നു. അവനെ ഇടിച്ച് ഞാൻ നിലപരിശാക്കാം. അത് മതി. കാവിലമ്മേ ശക്തി തരൂ. ശക്തി, ഇതാ ശക്തി. ആ കാറ് തന്നെ. ഇറങ്ങി വാടാ. തുളുനാടൻ കത്രികപ്പൊട്ട് കാണിച്ചു കൊടുക്കടാ. ഇനി കടത്തനാടൻ ചുരികപ്രയോഗം കാണണോ? വേണ്ട, ചുരികയില്ലല്ലോ. മുമ്പേ കാണിച്ചത് നന്നായിരുന്നു. കൂടുതൽ കാണണമെന്നുണ്ടായിരുന്നു, നേരമില്ല. ഇപ്പോൾ കാണിച്ചത് വെറും സൂചനയാണ്. ഉറുമി, വാൾ, കെട്ടില്ലാക്കെട്ട്, പൂഴിക്കടകൻ, അടവ് നമ്പർ 18 ഇവയെല്ലാം ഉണ്ട്. വേണേ കാണിക്കാം. 19ാമത്തെ അടവ് എനിക്കറിയാം. ഓട്ടം. ഞാൻ പറയുന്നതനുസരിച്ച് ഓടേണ്ടി വരില്ല. സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ വീട്ടിൽ ചെന്ന് താൻ അമേരിക്കക്കാരനല്ലെന്ന് പറയണം. ഓ, നിങ്ങൾ കൂലിത്തല്ലുകാരാണല്ലേ? കാറിൽ കയറ്. ഞങ്ങളുടെ മുന്നിൽ വെച്ച് താൻ സത്യം പറഞ്ഞില്ലെങ്കിൽ കതിരൂർ ഗുരുക്കളുടെ അനുഭവം ഇവിടെ ആവർത്തിക്കും. ഒരു കാര്യം ചെയ്യാം. ആരെങ്കിലും ചോദിച്ചാൽ പറയാം അമേരിക്കക്കാരനല്ലെന്ന്. ചോദിച്ചില്ലേലും പറയണം. അത് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, നിങ്ങളുടെ പൂഴിക്കടകനും കെട്ടില്ല കെട്ടൊന്നും കാണാനും പറ്റില്ല. കാണിച്ചു നോക്കടാ. പേരെന്താ? കടത്തനാട്ട് പപ്പൻ ഗുരുക്കൾ. ഗുരുക്കൾ, എനിക്ക് ഈ കളരി വലിയ പരിചയമില്ലാത്തോണ്ട് ഞാൻ ഈ നാടൻ മട്ടിലും ശ്രമിക്കാം. ഘടകം, മറുഘടകം, മറിച്ചടി. എന്താ വലത്തുകാൽ വൈകോട്ട് വെച്ച് ഇടത്തേൽ അമർന്നടിയ. ഞാൻ കാണിച്ചുതരാം. വലത്തുകാൽ വയ്യോട്ട് വെച്ച് ഇടത്തേൽ. ശരിയാണോ? ഇനി ഗുരുക്കൾ കൊന്ന് വലത്തുകാൽ ഇനിയോ ഗുരുക്കളെ? ഇനി ഒന്നും നോക്കണ്ട. കണ്ണും പൂട്ടി സർവാംഗ വർദ്ധനം. ഞാൻ കാണിച്ചുതരാം. ഘടകം, മറുഘടകം, ഘടകം. പൂഴിക്കിടക്കണടി, 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 കോഴിക്കിടക്കണടി. ഘടകം, മറുഘടകം, പൂഴിക്കിടക്കണടി.
നേത്താണ്. ആ ഓതിരം ചെരുപ്പിനടി ഓതിരം അവസാനത്തെ പ്രവർത്തന നീ എന്താ പറഞ്ഞേ? കതിരൂർ ഗുരുക്കൾ ആരാ? നിന്റെ അമ്മ എപ്പഴോ? പോയപ്പോഴാണ് സാറ് ചില്ലറ വല്ലതും കിട്ടിയ? പോ 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 പോ. വേണ്ട വേണ്ടെന്ന് വയ്ക്കുമ്പോ ഒരുത്തമ്മ സ്ഥലേ കയറുന്നു. ഇനി ഞാൻ തന്നെ അമേരിക്കക്കാരൻ. ഹലോ, ഹലോ, ഹൗ ആർ യു? വാട്ട് യു വാണ്ട്? ഒറ്റയ്ക്കാണോ? അതെ. കല്യാണത്തിന് വരാനുള്ള മടി കൊണ്ടായിരിക്കും ഇന്ന് തന്നെ ഇവിടെ പുറപ്പെട്ടത് അല്ലേ? വെറും കൈയും വീശിയാണോ ഇങ്ങോട്ട് പോകുന്നത്? എനി പ്രസന്റേഷൻ? ഐ ആം സോറി. ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനും അന്തസ്സിനും ഒന്ന് ചേട്ടാ, അന്തസ്സും പാരമ്പര്യവും ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം വന്ന് കാണാം. ഇപ്പൊ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. നമസ്കാരം. നമസ്കാരം. ഹലോ 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 കമോൺ കമോൺ ഹലോ. ഇവനെ ആളല്പം പക്ഷേ അതെനിക്ക് നേരത്തെ അറിയാവുന്ന. അല്ല ഇവനെ എന്ത് ആ ലക്ഷ്മി വന്നിരുന്നു. എപ്പോ? പറയാം, വരൂ. അകത്തൊരുപാട് ജോലിയുണ്ട്. ദാ ചായ. ചായ. കൃഷ്ണ നീ കുടിച്ചോ? അണ്ണം കൂടി ഞാനിപ്പൊ കൊണ്ടുവരാം. ഇങ്ങോട്ട് നോക്ക്, നീ എന്നെ അതിഥിയാക്കണം. കോമണ്ണൻ അങ്ങനെ വിചാരിക്കരുത്. എന്റെ കൈ കൊണ്ട് ഞാൻ എത്ര നാളായി കോമണ്ണൻ ഒരു ചായ ഇടണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. കുടിയണ്ണ കുടി. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഓ മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ. എടാ, നിന്റെ പേരിൽ ഓരോരോ കേസ് കൊടുക്കുമ്പോഴും എന്റെ മനസ്സ് നീറുന്നുണ്ടായിരുന്നതാ. അണ്ണന്റെ നീറുമെന്ന് എനിക്കറിയാം. കലികാലമായതുകൊണ്ട് തോന്നിയതാണ് അണ്ണ. അണ്ണ, എന്റെ കഷ്ടകാലം എല്ലാം മാറി. അല്ലെങ്കിൽ എന്റെ മോളെ ഇങ്ങനൊരു ചെറുക്കൻ കെട്ടുവോ? അല്ല കൃഷ്ണ, അവൻ ഈ അമേരിക്കയിൽ എന്താ ജോലി? അയ്യോ, അവിടത്തെ എല്ലാത്തരം ബിസിനസ്സുകളും അരച്ചിലക്ക് കുടിച്ചവനല്ലേ അവൻ. എന്ത് കലക്കി കുടിച്ചിരുന്നാ? കണ്ടിട്ടൊരു മിടുക്കനാണെന്ന് തോന്നുന്നു. അത് അണ്ണൻ അമേരിക്കയെ പറ്റി അറിഞ്ഞിടാത്തോണ്ടാണ്. അവൻ നമ്മളെ പോലെ മിടുക്കനാണെന്ന് വീമ്പടിച്ചോണ്ട് നടക്കണവനല്ല. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അണ്ണന്റെ മോളെ കെട്ടാൻ പോണവൻ സത്യത്തിൽ വക്കീലല്ലേ? നിനക്കെന്താ ഡൗട്ട്? അവന്റെ ഒരു വകുപ്പും നിയമങ്ങളും കേൾക്കുമ്പോ ഞാൻ തന്നെ ധരിച്ചിരുന്നു പോവാ. അതുകൊണ്ടായിരിക്കും ഒരു കേസ് ഇതുവരെ ജയിക്കാത്ത. നിന്റെ ആ ചൊക്കിൽ അമേരിക്കക്കാരനെ പോലെയല്ല അവൻ. എടാ, അവനെ കണ്ട അവന്റെ മുഖം തന്നെ അവിടെ എന്തൊരു ഐശ്വര്യ. ഒരു കള്ള ലക്ഷണം. അവന് തന്തയും തള്ളേ ഒന്നുമില്ല. അവന് തന്തയും തള്ളയിലേക്ക് നിനക്കെന്താ നഷ്ടം? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. താനും തന്റെ കാര്യം നോക്കിയാൽ മതി. ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നത്. നിന്റെ കാര്യം നോക്കാൻ വന്നത് പിന്നെ എന്റെ കാര്യം നോക്കണം. ഞാൻ എന്ത് ചെയ്തു? ഞാൻ കാര്യമല്ലേ നോക്കിയത്? അത് നിന്റെ കാര്യം നീ നോക്കിയാൽ മതി. പിന്നെന്താന്ന്? ഓടെ നക്കി, ഓടെ നാറി, എന്റെ കപ്പ് നിന്നെ കൊല്ലും. മൂഷിയ സ്ത്രീ വീണ്ടും മൂഷിയ സ്ത്രീ തന്നെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ്റ്റർ കുറോപ്പ് വല്ല വിവരമുണ്ടോ? ആവശ്യമില്ല, രണ്ടുപേരും സംസാരിക്കരുത്. ഒന്ന് അടങ്ങിയതാ, പിന്നെയും തുടങ്ങിയ പഴയ തറ സ്വഭാവം. അതായത് ഇതെന്ത് പറ്റി രണ്ട് മോണ്ടെ നിർമ്മിച്ചോണ്ട് നിൽക്കുന്നത്? ഇവര് പിന്നെയും തുടങ്ങിയ പഴയ സ്വഭാവം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവശ്യത്തിന് കൊനിഷ്ഠ ഇപ്പോഴേ ഉണ്ട്. അതിന്റെ മേലെ നിങ്ങളും തുടങ്ങിയാൽ സംഗതി ആകെ കൊളാവും. ഒന്നും പേടിക്കണ്ട, പപ്പൻ കുരുക്കൾ ഇപ്പൊ വരും. എന്തിന്? IPC 203 വകുപ്പിൽ ഒരു ഖണ്ഡികയുണ്ട്. വേണ്ടി വന്നാൽ സുരക്ഷയ്ക്ക് അംഗരക്ഷകരെ നിർത്താമെന്ന്. ഒന്നല്ല, രണ്ട് പാമ്പുകളെയാണ് നമ്മൾ നോവിച്ചു വിട്ടിരിക്കുന്നത്. ആ കാവാലികന്മാരെ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ബലമായ സംശയമുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട്. അതാ വരുന്നു കേരളപുത്രൻ. നമസ്കാരം. നമസ്കാരം. വടക്കൻ കേരളത്തെ മുഴുവൻ കിട്ടുകിട്ട വിറപ്പിച്ച ഭയങ്കരനായ അഭ്യാസി പപ്പൻ ഗുരുക്കൾ. എന്റെ അങ്കിൾ കൃഷ്ണക്കുറുപ്പ്, പുള്ളിയും ഒരു ചില്ലറ കളരി അഭ്യാസിയാണ്. ഓഹോ, ഏത് മുറയാ? അങ്ങനൊന്നുമില്ല. നാളെ കല്യാണം കഴിയുന്നത് വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്കിൾ, ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. ആ ഡ്രൈവർ ഒരു മഹാ തല്ലിപ്പൊളിയാണ്. അവൻ എന്റെ മുഖത്ത് നോക്കി പറയുക അവനാണ് അമേരിക്കക്കാരനെന്ന്. അയ്യോ, ഞാനീ ധവാൻ
ഞാനീ തവാൻ കുഞ്ഞിനെ എന്തൊക്കെ ചെയ്തെന്നറിയാവോ? അതൊന്നും സാരമില്ല അങ്കിൾ. രാത്രി നേരത്തെ അവൻ വന്നാൽ ഈ പപ്പം കുരുക്കൾ അവനെ അടിച്ചിടിച്ച് പൊടിച്ച് ചമ്മന്തിയാക്കും. അവൻ അരച്ചു പിഴിഞ്ഞ് നാളത്തെ സദ്യക്ക് വിളമ്പും. ഭജ 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 ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ കേവലമേ ഭജ ഗോവിന്ദം ഭജ കേവലമേ ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ കേവലമേ ഭജ 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 ഗോവിന്ദം ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ 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 ഭജ. കള്ള ലക്ഷണമുള്ള കുറെ താടിക്കാര്. കൃഷ്ണ, ഇവരെല്ലാം തന്റെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? ഹലോ മണ്ണ. ഭക്ഷണം വല്ലതും കിട്ടുമെന്ന് കരുതിയായിരിക്കും. ആ, എവിടുന്ന് ആളാവോ എഴുന്നള്ളി. ശിക്ഷ കാലടിയിലെ പുണ്യതീർത്ഥത്തിൽ കുളി കഴിഞ്ഞ് ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഒരു സ്ഫോടനമുണ്ടായി. ഗഹനവും നിർലോഭവുമായ ആ കാന്താര വിന്ദത്തിന്റെ ഊഷ്മാവിൽ ഒരു നികുംബില പാഞ്ഞുപോയി. ഇത് അല്പം വശപ്പശകാണല്ലോ. പോയി ശകുനം മുടക്കി. സ്വാമികൾ കൽപ്പാന്തകാലത്തിന്റെ ആന്തോളനത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ഗുരു അരുളി ചെയ്തു. ഭക്ത ശിരോമണിമാരുടെ പുത്രിമാരുടെ ഖണ്ഡത്തിൽ ഊരാക്കുടുക്ക് വീഴാൻ പോകുന്നു എന്ന്. സംഭവാമി യുഗേ യുഗേ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഭജ 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 ഭജ. സിനിമ നമുക്ക് വർജ്യം. നിങ്ങളുടെ കൺപെൺമണികളുടെ ശിലാഫലകത്തിൽ നമുക്ക് നേരിട്ട് തൊട്ട് അനുഗ്രഹിക്കണമെന്ന് തോന്നി. ഉടനെ യാത്ര തിരിക്കാനുണ്ടായത്. എവിടെ ആ കുരുന്ന കിളികൾ? ഇതുപോലെയാണ് ആ സിനിമയുടെ ക്ലൈമാക്സിൽ പെമ്പിള്ളേരെ പോക്കൃത്തരം പറയരുത്. അതെ, ഞാൻ നോക്കട്ടെ. പണ്ടൊക്കെ നീ ഇത് കാണിച്ച് കുറെ നാട്ടുകാരെ പറ്റിച്ച്, ഇനിയോ നടക്കൂല. പ്രിയപ്പെട്ട അച്ഛ, ഇവിടെ പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ പോറ്റി വളർത്തിയത് ഒരു വിഷപ്പാമ്പിനെയായിരുന്നു അച്ഛ. നമ്മുടെ ഡ്രൈവർ അവൻ പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ്. എല്ലാം നേരിൽ പറയാം. ഉടനടി ഇവിടെ എത്തുക. ഒട്ടും വൈകരുത്. ശോഭ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാനിപ്പോ വരാം. ശരി. സാർ മേൽലാസം തെറ്റി. മേൽലാസം തെറ്റിന്ന് അമ്മാവനേക്കേണ്ട കത്ത് അച്ഛന്റെ മേൽലാസമായി പോയി. ആരെങ്കിലും ഒരാൾ വായിക്കട്ടോ, കാര്യം അറിഞ്ഞാ പോരെ. അല്ല സാർ, പിന്നെ മകളുടെ കല്യാണം നിശ്ചയിച്ചുള്ള കത്താ. പെണ്ണ് പറയും കല്യാണം വന്നു. എന്താ അഡ്രസ്? KT നായർ, മലയിൽ ഹൗസ്, കുന്നംകുളം PO. താനൊന്ന് നോക്ക്, ഞാനും നോക്കാം. ഓ, ഇത് മാറ്റി KT നായർ, മിലിറ്ററി ക്വാർട്ടേഴ്സ്, ജമ്മു കാശ്മീർ. പുള്ളി യുദ്ധത്തിലാ. അതെ, ഹലോ, ഐ ആം അഡ്വക്കേറ്റ് ദാമോദരൻ. എനിക്ക് താങ്കളെ അറിയാം. അതിന് ഞാൻ വേണം. അല്ല, എനിക്ക് താങ്കളെ അറിയാം. കൃഷ്ണക്കുറുപ്പിന്റെ മകളെ കെട്ടാൻ പോകുന്ന അമേരിക്കക്കാരൻ. അപ്പുറത്തെ കാർ നിർത്തുന്നത് ഞാൻ കണ്ടു. കൃഷ്ണക്കുറുപ്പിന്റെ അച്ഛനും കോമക്കുറുപ്പിന് താങ്കളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. എന്ത് കാര്യം? കൃഷ്ണക്കുറുപ്പിന്റെ ചില കുടുംബ രഹസ്യങ്ങൾ. ഞാൻ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിലും വലിയ വലിയ രഹസ്യങ്ങളുടെ ചുരുളഴിയുമോ എന്ന പേടിയായി കഴിയുന്നതിനായി ഞാൻ. അത് പറയരുത്. താങ്കളെ രക്ഷിക്കാനാണ് ഇത് പറയുന്നതെന്ന് വിചാരിച്ചു. ഞാന് ഒന്നും പറയണ്ട, വന്നാട്ടെ. വേണ്ടേ? എന്നാ അങ്ങോട്ട് പോവാ. എല്ലാം പൊളയാണ്. എവറിത്തിങ് എംപ്റ്റി. ആ വീടും അവൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും 3 മാസത്തിനകം ഞാൻ ജപ്തി ചെയ്യും. അതോടെ കൃഷ്ണക്കുറുപ്പ് തെരുവാധാരമാകും. IPC 47 ഖണ്ഡികയിൽ പറയുന്ന മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ സാധുതയെ ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. സ്വത്താഗ്രഹിച്ചിട്ടൊന്നുമല്ല ഞാൻ ശോഭയെ കെട്ടുന്നത്. എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു 6 മാസം മുമ്പ് ഒരു ദുബായ്ക്കാരൻ ചെറുക്കനെ കൊണ്ട് തന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആ കൃഷ്ണക്കുറുപ്പ് ഒരു വിദ്യാനെ തന്റെ വീട്ടിൽ കുറെ കാലം താമസിപ്പിച്ചിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചില്ല എന്ന് മാത്രമല്ല, ആ പെണ്ണ് കുറെ കാലം ആശുപത്രിയിലായിരുന്നു.
ബാക്കി കാര്യം ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഉവ്വ, ഉണ്ടോ? ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു യച്ചി ബന്ധം വേണ്ടെന്ന് വെക്കുന്നതല്ലേ നല്ലത്? നമുക്ക് ആലോചിക്കാം. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നീ ഇവിടെ അളിയാ, നീ ഇവിടെ എവിടെ? ഞാനിവിടെ അല്ലേ? ഹോട്ടലിൽ നിന്നൊക്കെ വിട്ടാ? ഹോട്ടൽ വിട്ടോ? അയ്യോ, വിട്ടോന്നല്ല, ഹോട്ടലിൽ വിറ്റോന്ന്. എന്റെ ഷെയറില് അച്ഛൻ നമുക്ക് തന്ന ഹോട്ടലില്ലേ, അത് വിറ്റോന്ന്. നീ അറിഞ്ഞില്ലേ? നല്ല എമൗണ്ട് കിട്ടി ഇല്ലേ? ഇല്ലേട്ടാ? അതല്ല പിന്നെ നീ ഇവിടുത്തെ പുതിയ ഡ്രൈവർ ആയിരിക്കും. അങ്കിൾ നല്ല രഹസ്യം ഡ്രൈവറാണ്, ഇവനെ വെച്ചാ മതി. എടോ, താനെന്തൊരു പിടിച്ചാ പറയുന്നത്? എനിക്കറിയാം, ഡ്രൈവർ ശംഭു. അല്ല ഞങ്ങൾ പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് മാത്രമേ ഈ ടൊയോട്ടയും ബെൻസും ഇമ്പാലയൊക്കെ ഉള്ളൂ. അപ്പൊ അത് ഓടിച്ചാണ് ഞാൻ ഹോട്ടലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടത്. അതുകൊണ്ട് പിള്ളേർ കളിയാക്കി എന്നെ ഡ്രൈവർ ശംഭു എന്ന് വിളിക്കും. എന്തൊരു ഓർമ്മ. പിന്നെ അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവനെ കാണുന്നത്. അളിയോ, ഞാൻ നിന്നോട് പറയാൻ മറന്നു, ക്ഷമിക്കണം. ഞാൻ അമേരിക്കയിൽ പോയി, അമേരിക്കയിൽ നിന്ന് വന്നു. നിന്നെ കണ്ടുകൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു പറയുന്നു. ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. നീ ഇവിടെ എങ്ങനെ വന്നു? അളിയാ, എനിക്കും ശരിയാവില്ല. നീ വാ. ആവൂല്ലെന്ന് മാത്രമല്ല, പലതും വെളിയിലാവും. അതെന്താ? സന്തോഷം കണ്ട് ഓവർ എക്സൈറ്റഡ് ആയി. ഈ ഓവർ എക്സസൈസ് ആയിട്ട് ഹാർട്ട് തകരാറാക്കരുത്. ഓപ്പറേഷൻ ഓപ്പറേഷൻ? നിനക്ക് അങ്കിൾ, ചേട്ടാ, അരുണ, ഞങ്ങൾക്ക് പരസ്പരം പലതും സംസാരിക്കാനുണ്ട്. ഉണ്ടാവും. പഴയ സ്നേഹന്മാർ നമുക്ക് കാണും, പലതും പറയാം. ഇതിലെന്തോ ഒരു കോനിഷ്ടുണ്ടല്ലോ. ഹലോ, കേറ്റിയാണോ? ഇറക്കിന്നോ? അല്ല, മിസ്റ്റർ കേറ്റിയുടെ വീടല്ലേ? ഹലോ, ഇത് സർദാർ കൃഷ്ണക്കുറുപ്പാണ്. സംഗതി സക്സസ് 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 എന്ന് പറഞ്ഞാൽ വിജയം പോയി. സംഗതി വിജയിച്ചു. ഒടുവിൽ നിങ്ങളുടെ മോൻ മുട്ടുമടക്കി. എന്റെ മോളെ അവന് വളരെ ഇങ്ങ് പിടിച്ചു. അല്ല, അവനവളെ പിടിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. അവനങ്ങനെ പെട്ടെന്ന് കയറി പിടിക്കുന്ന കൂട്ടത്തിലല്ല, അതുകൊണ്ടായി സംശയം ഉണ്ടായത്. എന്നാ പിടിച്ചെന്ന് മാത്രമല്ല, കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. കല്യാണം ഉറപ്പിച്ചെന്നോ? ആരെ? അവനെ തന്തിയും തള്ളി കുടുംബക്കാരൊക്കെ ഉണ്ട്. എല്ലാരും ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ലെന്ന് അവൻ പറഞ്ഞു. കല്യാണത്തിന് ശേഷം അറിഞ്ഞാ മതി. നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നാ ഈ കല്യാണം നടക്കത്തില്ല. കൊളമാക്കരുത്. അതെന്തൊരു ഏർപ്പാടാ? ഞങ്ങൾ വരും. അപ്പോൾ നടന്നു കാണാൻ ആഗ്രഹമില്ലല്ലേ? താന് നശിപ്പിച്ച ഇടം അല്ലയോ? വരണ്ട വരണ്ട. കല്യാണത്തിന് ശേഷം ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാം. എന്നാ വേണ്ട. ഇനി ഞങ്ങൾ വന്നെന്ന് കരുതി കല്യാണം മുടങ്ങണ്ട. ഈശ്വര, എല്ലാം ഭംഗിയായി നടത്തിയേക്കണേ. നടന്നോളും. തന്നോട് ആര് പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കാൻ? ഞാനാണോ വിളിച്ചത്?